പ്രജിത, ഈ കൊല്ലം സുധിയുടെ ഭാര്യയെ വിമർശിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വല്ലാത്ത വേട്ടയാടൽ നടക്കുന്നുണ്ട്. അപ്പോൾ സുധി മരണപ്പെട്ടു, അവർക്ക് സുധിയിൽ തന്നെ 2 കുട്ടികളെന്തോ അവർക്കുണ്ട്. അല്ല, ഒരു കുട്ടിയാണുള്ളത്, മറ്റത് സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ്. ഓ, സുധിയുടെ ആദ്യ ഭാര്യ, മുതിർന്ന കുട്ടിയുടെ വലിയ മകൻ. ഏതായാലും ഈ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം വേണം വിമർശിക്കാൻ, അല്ലെ? പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമം ഇത്രയും സജീവമായി കഴിയുമ്പോൾ അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് പോലെ, അല്ലെ? അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നുണ്ട്. എന്താണ് പ്രീതിക്ക് അതിൽ തോന്നിയത്? ഇത് ഈ പറയുന്ന വിമർശനങ്ങളെ കേട്ടിട്ട്, ആ റീൽസ് വന്നതിനെ കുറിച്ചൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുക എന്താ പറയാനുള്ളത്? ചേട്ടാ, അവരുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഭയങ്കര മോശം കമന്റ്സ് ആണ്. ഭയങ്കര മോശം കമന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും ജീവിക്കാനുള്ള ഒരു അവകാശം, അതും മൗലിക അവകാശം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരാളെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അതെ, അവർ മറ്റൊരു തരത്തിലുമുള്ള ഒരു കാര്യത്തിന് പോയിട്ടില്ല. നമ്മുടെ നാട്ടിലെ എന്താ പറയാ, ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ, അവര് പേര് മാറ്റി നിള നമ്പ്യാർ എന്ന പേരാക്കി. നിള നമ്പ്യാർ എന്ന പേരാക്കി. അപ്പോൾ ഒരു ആങ്കർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിള എന്നിട്ടോ നമ്പ്യാർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴേ, കിടക്കുമ്പോൾ ഒരു പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഗുമ്മു വേണം, ആ ഗുമ്മിന് വേണ്ടി ചുമ്മാ നമ്പ്യാർ എന്ന് എടുത്തിട്ടു. എന്തിനാണ് പേര് മാറ്റിയത്? എന്നാൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ ഒന്നും മാറിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ആ വിശ്വാസ പ്രമാണത്തിൽ ആയിരുന്നുകൊണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ തുണി അഴിച്ചു കാണിക്കാൻ പറ്റില്ല. ഓ, നേരത്തെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവരിപ്പോ ഇതിലോട്ട് മാറിയത്. അതെനിക്കറിയാം, ആ കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകൾ നിരവധിയുണ്ട്. എന്താ പറയാ, പല സ്ത്രീകളും ഇത്തരത്തിൽ ആ സ്ത്രീകളെ വെച്ച് ജീവിക്കുന്ന പുരുഷന്മാരും. കാരണം അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്താലല്ലേ. അതായത് പലരുടെ അതിസുന്ദരിയായി ഇന്ന പേര് എന്ന കൊടുത്തിട്ട് ഇവരുടെ ഇത് വരും. അപ്പൊ ഇവർ പറയുന്നത് നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ന്യൂഡ് ഫോട്ടോഷൂട്ട്, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനത്തെയാണെന്നുള്ളത് നമുക്ക് ആ നാടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേ പലരും ഈ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു സ്ത്രീ ആയിരിക്കെ തന്നെ ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അറ്റൻഷൻ സീക്കിങ്. അതായത് ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്താലും ഇതിന് എന്തൊക്കെയോ പണം കിട്ടുമല്ലോ. പലതരത്തിലുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ പല ബിസിനസ്സുകളും നടത്തുന്നത് പല നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പല ബിസിനസ്സുകളും നടത്തുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ്. അവരെ വിമർശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പറയല്ല. പക്ഷേ അത്തരത്തിലുള്ളവരെ പോയി നിങ്ങൾ വിമർശിക്കും. ഇത് ഒരു ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇവരെ എല്ലാ കാലവും ഇവർ വീടിൻ്റെ ഉള്ളിൽ വെള്ളയും ഒക്കെ ഇട്ട് മക്കളെ മാത്രം നോക്കി എന്താ പറയാ, എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക ജീവിച്ചു പോകണം എന്നാണോ ഈ സമൂഹം പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല. ദാസേട്ടൻ എന്നെന്തോ പറയുന്ന ഒരാളുടെ കൂടെ, ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ദിലീപും മറ്റേ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, പ്രശസ്തിയായ നടിയാണ്, എന്നോട് ക്ഷമിക്കുക. ആ പെൺകുട്ടിയും കൂടെ അഭിനയിച്ച, ആ സ്ത്രീയും കൂടെ അഭിനയിച്ചിട്ടുള്ള ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗോപിക. അപ്പോൾ ആ സീൻ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തു എന്നൊരു കാര്യമേ ഈ സ്ത്രീ ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്ന സകല മാന്യന്മാരും ഞാൻ പറഞ്ഞ തരത്തിലുള്ള സ്ത്രീകളുടെ ഫോട്ടോ പോയി കണ്ട് ആസ്വദിക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഈ പകൽമാന്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഈ സ്ത്രീയെ അപമാനിക്കാൻ എന്താണ് അർഹത?
അതല്ലെങ്കിൽ ഇവർ അത്രയും ഉത്തമന്മാരായിട്ടുള്ളവരായിരിക്കണം, ഉത്തമകളായിട്ടുള്ളവരായിരിക്കണം. എന്തെല്ലാം ആഭാസത്തരം നമ്മുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക, വളരെ ചേട്ടനറിയാം, പല ഏറ്റവും മികച്ച സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നൊക്കെ നമ്മൾ കരുതുന്ന പലരുടെയും മുഖങ്ങളൊക്കെ അറിഞ്ഞാലില്ലേ നമ്മൾ ഞെട്ടിപ്പോവും. ഈ സ്ത്രീ അതൊന്നും ചെയ്തില്ലല്ലോ, അവർക്ക് 2 മക്കളുണ്ടെന്നേ, ആ മക്കളുമായിട്ട് ജീവിച്ചു പോകണം. അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ അഭിനയിക്കുക എന്നുള്ളതാണെങ്കിൽ, അവർക്ക് അഭിനയിക്കാനുള്ള സിദ്ധി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അത് അഭിനയിക്കട്ടെ. ഇവർക്ക് ഈ ഒരു സീൻ കണ്ടിട്ട് ഇവർക്കൊക്കെ എന്താണ് പോയത്? അല്ല, ഇതിൽ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ഈ എന്തോ നമ്പ്യാരെന്ന് പറഞ്ഞില്ലേ, അവരുടേത് കണ്ട് ആസ്വദിക്കുകയും അത്തരം അതിൻ്റെ ആസ്വാദന വശത്ത് നീങ്ങുകയും ചെയ്തിട്ട് ഇവരിത് കാണുമ്പോൾ വിമർശിക്കുകയും ചെയ്യുന്ന ആ ഒരു ദ്വൈമുഖമാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിനുള്ളത്, അല്ലേ? അതിപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട്, അപ്പം നേരത്തെ പ്രജിത സംസാരിച്ചതുപോലെ അതെ, അവർക്കിപ്പോൾ സുധിയുടെ ഭാര്യ എന്ന് പറഞ്ഞ് വെള്ള സാരി കൊടുത്ത് വീട്ടിലിരുന്നാൽ ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം, കുട്ടികളെ പഠിപ്പിക്കാൻ, ഇതെല്ലാം കാശ് ഈ പറയുന്ന വിമർശിക്കുന്നവർ വളരെ ചെറുപ്പമാണ് ചേട്ടാ, അവർക്കൊരു ജീവിതമുണ്ട്. അവർ പറയുന്നു, ഞാൻ എൻ്റെ സുധിച്ചേട്ടനെ നെഞ്ചോട് ചേർത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അത്രയേറെ പ്രണയത്തോടെ ജീവിച്ചവരാണ് ഇവർ രണ്ടുപേരും. അത് അവരുടെ പല കാര്യങ്ങളും പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു മനുഷ്യൻ ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടൊന്നുമല്ല. അല്ല പ്രീത, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇപ്പം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മറ്റൊരു ജീവിതം തേടുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം അത് അങ്ങനെ അവർക്ക് ജീവിക്കാൻ വേറെ ആരെങ്കിലും ഈ പറയുന്നവരും വിമർശിക്കുന്നവരും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാശ് കൊടുക്കൂ, അല്ലെങ്കിൽ അവർക്ക് അന്നം കഴിഞ്ഞു പോകണ്ടേ? തീർച്ചയായിട്ടും മറ്റൊന്നും ചിന്തിക്കണ്ട, അന്നം കഴിഞ്ഞു പോകണ്ടേ? അത്രയ്ക്ക് സദാചാരം വിമർശിക്കാൻ ഇതിലൊന്നും കണ്ടില്ല. അഥവാ സദാചാരത്തിനപ്പുറം ലംഘിച്ചാൽ ഈ പറഞ്ഞവന്റെ ആരുടെയും പിന്നെ അമ്മയുടെ അനിയത്തിയൊന്നും അല്ലല്ലോ, അല്ലേ? ഈ പറഞ്ഞ് വിമർശിച്ചവന്മാരുടെ അമ്മയുടെ അനിയത്തിയൊന്നും അല്ലല്ലോ. പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്കിതിൽ പറയാനില്ല. അല്ല, പലരെയും പല അതായത് നമ്മുടെ സമൂഹത്തിനെ ഈ അട്ടർ ഫ്ലോപ്പുകളുണ്ട്, ഫേക്ക് ആയിട്ടുള്ള മനുഷ്യന്മാരില്ലേ, അവരെ ഈ തോളിലേറ്റ് നടക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു ദൗത്യമാണ്. അതായത് ജീവിക്കാൻ വേണ്ടി പണിപ്പെടുന്നവരെ അപമാനിക്കുകയും ഈ ജീവിക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഈ ആവാസത്തരം ചെയ്യുന്നവരെയൊക്കെ നെഗറ്റീവുകളെല്ലാം സപ്പോർട്ട് ചെയ്ത് നേരായ വഴി പോകാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ ഈ നെഗറ്റീവ്സും കണ്ട് അവരുടെ മേൽ നെഗറ്റീവ്സ് ആരോപിക്കുക. ഇവരുടെ അതായത് കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷം ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിന്റെ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്തത്, അത് വീഡിയോ ചെയ്ത ശരിയാണ്. അവർ വീഡിയോ ഇട്ടതിൽ എന്താണ്? ഈ ഒരു വീഡിയോ ഇട്ടു, അതിൽ നിന്ന് എല്ലാവരും യൂട്യൂബിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വരുമാന മാർഗം ഉണ്ടാക്കുന്നില്ലേ? ഇവർക്കും വരുമാനം വേണ്ടേ? ഇവർക്കൊക്കെ എന്താണ് പൊട്ടി ഒലിച്ചു പോണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ഒന്നിൽ ഇവരൊക്കെ ഈ പറയുന്നവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാവാം, മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ സാഡിസം, അത് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന ശേഷം വെറുതെ പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന ഒരു സ്റ്റൈലാണ്. ചേട്ടാ, ഈ പറയുന്നവനുണ്ടല്ലോ, ഈ പറയുന്നവനോ അല്ലെങ്കിൽ കുലപുരുഷനോ കുലസ്ത്രീയോ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ വീട്ടിൽ നടക്കുന്നത് പലപ്പോഴും ഉണ്ടല്ലോ, ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെ അതായത് ഉള്ളിൽ ഇത്രത്തോളം ഇങ്ങനെ ഒരു ബോംബിരിക്കുകയാണ്. അപ്പൊ മറ്റൊരാള് അതിനെല്ലാം മറികടന്ന് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ കണ്ട് സഹിക്കില്ല എന്ന് പറയും കണ്ണൂർ ഭാഷയിൽ, കണ്ട് സഹിക്കാണ്ട് വരുമ്പോഴേക്കും ഈ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ മേക്കാട് ചേർത്തറയ്ക്കും, കെട്ടയച്ചു വിടും. അതാണ് ഇവര് ചെയ്തു. അല്ലെങ്കിൽ ഇവനൊരു പൊത്തിനകത്തിരിക്കുന്ന ജീവിതമായിരിക്കും, അവന് പുറം ലോകത്തെ കുറിച്ച് അവനൊന്നും അറിയില്ലായിരിക്കും. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ മുക്കാലി കേട്ടിട്ട് അടിക്കുന്നുണ്ടാവും ആയിരിക്കാം. ഏതായാലും നമ്പ്യാരുടെ വീഡിയോ അല്ലെ, നീള നമ്പ്യാരുടെ വീഡിയോ അതൊരു സ്ത്രീ മാത്രമാണ് കേട്ടോ, അത്തരത്തിലുള്ള പലരുണ്ട്. അതായത് അവര് പറയുന്നത്, അതെ, അവരൊക്കെ പറയുന്നത് അഭിമാനത്തോടെ പറയുന്നത് അതൊരു ഫോട്ടോഷൂട്ടാണ്, അത് എന്താണ് പുരോഗമനപരമായിട്ടുള്ളവർക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ എനിക്കറിയില്ല. അതിലെ പുരോഗമനം എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച ഒരു കുളി പ്രതിഷേധം നമ്മൾ കണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ, അവരുടെ പ്രതിഷേധം അവരിപ്പോഴും കുളിച്ചു തന്നെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ അവരുടെ മക്കൾ അതിനെയൊക്കെ എതിർത്തു. പക്ഷെ അതിലും അവർ ഒരു വശം കണ്ടെത്തി, അവരുടെ പ്രതിഷേധത്തിന്റെ ഒരു മാർഗം എന്ന രീതിയിൽ കണ്ടെത്തി. അതിനെയും വിമർശിക്കാൻ ഞാൻ ആളല്ല. കാര്യം അവരെ വിമർശിക്കാൻ അവര് പറയുന്ന പോലെ അവർക്ക് പറയാനുള്ള പ്രതിഷേധം പലതരത്തിലുണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വന്ന ശേഷം വലിയ വീഡിയോയിലൂടെ പ്രതിഷേധിക്കുന്നത്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പ്രതിഷേധങ്ങൾ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആത്മഹത്യാ ഭീഷണിയുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഏതായാലും സുധീയുടെ ഭാര്യ അഭിനയിക്കുന്നതിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനം ഉന്നയിച്ചവർ ആദ്യം ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, പിന്നെ മുതുകിൽ വെച്ചുകൊണ്ട് ഭ്രഷ്ടത്തിലിരിക്കുന്നതിനെ കുറ്റം പറയാന്ന് പറയില്ല. ആദ്യം അവന്റെ വീട്ടില്, ഈ പറയുന്നവന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഊച്ചാളിമാരുടെയൊക്കെ വീട്ടിലുള്ള പ്രശ്നം ആദ്യം തീർക്കട്ടെ. എവരൊന്നും വിമർശിച്ചില്ലെന്ന് പറഞ്ഞും ഈ ലോകം നന്നാവാനൊന്നും പോകുന്നില്ല. പോകുന്ന വഴിക്കേ ഇത് പോകുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അസുഖമാണ് അല്ലെങ്കിൽ സുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അത് ചെയ്തോണ്ടിരിക്കുക. മനസ്സമാധാനം, ഒരു സന്തോഷം. അതെ.